ഉറ്റവരായി കാത്തിരിക്കുകയാണ് ആരാണ് പുറത്തേക്ക് എത്താൻ പോകുന്നത്. ആദ്യം അത് ശുഭാംശു ആണ്. ശുഭാംശു ആകട്ടെ എന്ന പ്രതീക്ഷ നമുക്ക് ഈ കുടുംബാംഗങ്ങളുടെ കണ്ണിൽ കാണാം. അവർക്ക് മാത്രമല്ല, ഇന്ത്യക്കാരായ എല്ലാവർക്കും 140 കോടി ജനങ്ങൾക്കും അഭിമാനകരമായ മുഹൂർത്തമാണിത്. ഒരു ഇന്ത്യക്കാരൻ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ആദ്യമായി പോയി തിരികെ ഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു വലിയ നാഴികക്കല്ല് പിന്നിട്ടിരിക്കുന്നു. ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ല് ഇന്ത്യൻ ശാസ്ത്ര സമൂഹം പിന്നിട്ടിരിക്കുന്നു. അത് മാത്രമല്ല, ഒരു പുതുചരിത്രം ഇന്ത്യൻ ശാസ്ത്ര ലോകത്ത് എഴുതി ചേർത്തിരിക്കുകയാണ് ആക്സിയം 4 ദൗത്യത്തിലൂടെ ശുഭാംശു ശുക്ല. ഇനി അറിയേണ്ടത് ഭൂമിയിലേക്ക് എത്തിയ ശേഷം ഭൂമിയെ നേരിട്ട് കാണാൻ പോകുന്ന ശുഭാംശു ശുക്ലയും സംഘത്തെയുമാണ്. അതിനായി നമ്മൾ കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ 18 ദിവസം സീറോ ഗ്രാവിറ്റിയിൽ, ഒരു ഭൂഗുരുത്വാകർഷണ ബലവും ഇല്ലാത്തൊരവസ്ഥയിൽ കഴിഞ്ഞ ഈ ദൗത്യസംഘം തിരികെ ഭൂമിയിലേക്ക് എത്തുമ്പോൾ അതിന് പ്രത്യേകതകൾ ഏറെയാണ്. മാത്രമല്ല, അവർ നടത്തിയ പരീക്ഷണങ്ങൾ, അവർ നടത്തിയ ശ്രമങ്ങൾ, അതെല്ലാം തന്നെ ശ്ലാഘനീയമാണ്, അത് പ്രശംസനീയമാണ്. അവർക്കുള്ള ചില ഇൻസ്ട്രക്ഷൻസ് നൽകിയ ശേഷം അവരെ പുറത്തേക്ക് എത്തിക്കാൻ പോവുകയാണ്. ഇപ്പോൾ സ്പേസ് എക്സിന്റെ ടീം നമ്മുടെ 4 സംഘവുമായി സംസാരിച്ച ശേഷം ആൻഡ് ദേ ആർ വെയിറ്റിംഗ് ഫോർ ദ ടീം ടു കം ഔട്ട്. അതിനായുള്ള കാത്തിരിപ്പാണ്. അടുത്ത ഘട്ടത്തിലേക്ക് ഈ ഹാച്ച് ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് നമുക്ക് ആ ടീമിനെ പ്രതീക്ഷിക്കാം. ഇഫ് ദേ നീഡ് എ സ്ട്രെച്ചർ, അതാണ് അന്വേഷിക്കുന്നത്. അവിടെ ഒരു സ്ട്രെച്ചർ ആവശ്യമെങ്കിൽ അതിൽ കിടത്തിയായിരിക്കും നമുക്ക് ഈ ടീമുകളെ പുറത്തേക്ക് എത്തിക്കാൻ കഴിയുക. കാരണം അവർക്ക് നിവർന്നു നിൽക്കാനുള്ള പെട്ടെന്നുള്ളൊരു ബുദ്ധിമുട്ട് അത് സ്വാഭാവികമാണ്. ബഹിരാകാശത്ത് കഴിഞ്ഞ് എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. നമുക്കവിടെ ദൃശ്യങ്ങളിൽ കാണാം. അവരുടെ വീഡിയോഗ്രാഫി ചിത്രീകരിക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. അതെല്ലാം തന്നെ കൃത്യമായി റെക്കോർഡ് ചെയ്യപ്പെടുന്ന സംഭവങ്ങളാണ്. യെസ്, നമുക്ക് ആദ്യം പുറത്തേക്ക് എത്തുന്നത് ആര് എന്ന് നോക്കാം. ഈ മിഷന്റെ ഭാഗമായി കൺട്രോൾ സെന്ററിൽ പ്രവർത്തിച്ചവർ തന്നെയാണ് ഇപ്പോൾ സ്പേസ് എക്സിന്റെ ഈ ടീമിൽ മെമ്പേഴ്സ് ആയിട്ടുള്ളത്. അവരുമായി സംസാരിക്കുകയാണ്. ഒപ്പം തന്നെ ആക്സിയം സ്പേസിന്റെ ടീമും ഈ കൂട്ടത്തിലുണ്ട് എന്ന് നമുക്കവിടെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. ആക്സിയം സ്പേസിന്റെയും ഒപ്പം സ്പേസ് എക്സിന്റെയും ടീം അവിടെ കൃത്യമായി നമ്മുടെ ദൗത്യസംഘവുമായി സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ആരാണ് പുറത്തേക്ക് ആദ്യം എത്താൻ പോകുന്നത്? ആ ആകാംക്ഷ തീരുന്നയില്ല. അതിങ്ങനെ നമ്മുടെ നെഞ്ചെടുപ്പേറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആഹ്ലാദം അതിങ്ങനെ പാരമ്യത്തിലേക്ക് എത്താൻ പോവുകയാണ്. നിമിഷങ്ങൾക്കകം അത് സംഭവിക്കാൻ പോകുന്നു. ആദ്യം ആരായിരിക്കും പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നത് എന്നത് നമ്മൾ കാത്തിരിക്കുകയാണ്. നോക്കാം. ഇന്ത്യക്ക് അഭിമാനമായ ശുഭാംശു ശുക്ല എപ്പോഴായിരിക്കും പുറത്തേക്ക് ഇറങ്ങി വരിക? അതിനുള്ള കാത്തിരിപ്പിലാണ്. ഇത് ലോകത്തിന് നൽകുന്ന പുതിയ സന്ദേശങ്ങൾ ഒരുപാടുണ്ട്. കാരണം പല സ്ഥലങ്ങളിൽ നിന്നുള്ള, പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഒരുമിച്ച് ചേർന്ന് ഒരു ഒറ്റ ദൗത്യം അത് പൂർത്തിയാക്കുന്ന കാഴ്ച കഴിഞ്ഞ 18 ദിവസം നമ്മൾ ഇവിടെ കണ്ടു. ഇവിടെയല്ല, ഭൂമിയിലല്ല, അത് ബഹിരാകാശത്താണെന്ന് മാത്രം, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലാണെന്ന് മാത്രം. അവിടെ 11 പേരുണ്ടായിരുന്നു. 4 പേർ നമ്മുടെ ആക്സിയം 4-ലെ 4 പേർ, മറ്റൊന്ന് എക്സ്പെഡിഷൻ 73 എന്ന് പറയുന്ന ദൗത്യത്തിന്റെ ഭാഗമായ 7 പേർ. അങ്ങനെ 11 പേർ ചേർന്നാണ് കഴിഞ്ഞ 18 ദിവസം ഒരു കുടുംബം പോലെ ബഹിരാകാശ നിലയത്തിൽ, അവിടും ഈ പറയുന്നത് പോലെ ഭൂമിക്ക് പുറത്തുള്ള 420 കിലോമീറ്റർ അകലെയുള്ള ഒരിടത്ത് ഒരു ഭ്രമണപഥത്തിൽ ഭൂമിയെ വലം വെച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സ്റ്റേഷനിൽ, ഒരു എന്താണ് പറയുക, ഒരു എക്സ്റ്റേണൽ ലബോറട്ടറിയിൽ അവർ കഴിയുകയായിരുന്നു. അങ്ങനെയാണ് പറയുക. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനെ യഥാർത്ഥത്തിൽ ബഹിരാകാശ യാത്രികരൊക്കെ വിളിക്കുന്നത് ഒരു ട്രാവലിംഗ് ലബോറട്ടറി എന്നാണ്. ഭൂമിയെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരീക്ഷണശാല, അതാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. യെസ്, നമുക്ക് തത്സമയ ദൃശ്യങ്ങൾ കാണാം. ഇതാ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് യെസ് പുഞ്ചിരിക്കുന്ന ശുഭാംശു ശുക്ലയെ നമ്മൾ കണ്ടു. ഏറ്റവും മധ്യഭാഗത്തായിരിക്കുന്നത് ശുഭാംശു ശുക്ലയാണ്. തത്സമയ ദൃശ്യങ്ങൾ, പേടകത്തിനകത്തുള്ള തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞു. ശുഭാംശുവിന്റെ പുഞ്ചിരി നമ്മൾ കണ്ടു കഴിഞ്ഞു. വളരെ ഹാപ്പിയായി ഇരിക്കുന്ന ശുഭാംശു നമ്മൾ കണ്ടു കഴിഞ്ഞു. പുറത്തേക്ക് അവർ ഇറങ്ങാൻ പോവുകയാണ്. ദൃശ്യങ്ങളിൽ നമുക്ക് ആ ബോക്സിൽ നമുക്ക് കാണാം ശുഭാംശുവിന്റെ കുടുംബാംഗങ്ങളെ കാണാം. അവിടെ ഭാര്യയും അമ്മയും അച്ഛനുമൊക്കെ ശുഭാംശുവിനെ കാത്തിരിക്കുകയാണ്. അതിനിടയിൽ നമ്മൾ കണ്ട ഒരു ഗ്ലിംസ്, അതിൽ നമ്മൾ ശുഭാംശുവിന്റെ മുഖം കണ്ടു. പുഞ്ചിരി തൂവിക്കൊണ്ട് ഇരിക്കുന്ന ശുഭാംശുവിനെ കണ്ടു. അഭിമാനമാണ് ശുഭാംശു. നമുക്ക് അഭിമാന നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ലോകം ഈ തത്സമയ സംരക്ഷണത്തിലൂടെ. മലയാളികൾക്കും അഭിമാനിക്കാം. കാരണം കേരളത്തിൽ നിന്നും കൊണ്ടുപോയ വിത്ത് അവിടെ മുളപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ശുഭാംശു. അത് തിരികെ ഭൂമിയിലേക്ക് എത്തിച്ചിട്ടുമുണ്ട്. ഇനി മറ്റൊരു കാര്യം, കുറച്ചു പേർക്കെങ്കിലും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ശുഭാംശു ശുക്ല മാത്രമല്ല ഈ പരിശീലനം പൂർത്തിയാക്കിയത്. സ്പേസ് എക്സിന്റെയും നമ്മുടെ ആക്സിയം സ്പേസിന്റെയും ഒരാൾ കൂടിയുണ്ട്. അത് ഇതിന്റെ ബാക്കപ്പ് പൈലറ്റാണ്. ബാക്കപ്പ് പൈലറ്റ് മീൻസ്, അതായത് ഇൻ കേസ് നമുക്ക് ഒരു പക്ഷേ ശുഭാംശുവിന് ബഹിരാകാശ നിലയത്തിലേക്ക് പോകാൻ കഴിയുന്നില്ല എങ്കിൽ ഒരാൾ വേണമല്ലോ ബാക്കപ്പായി. അതിനായൊരു പൈലറ്റ് കൂടി ഉണ്ടായിരുന്നു. അത് മലയാളിയാണ്. നമ്മുടെ പാലക്കാട്ടുകാരനായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ്. അദ്ദേഹവും ഈ പറയുന്നത് പോലെ വ്യോമസേനയിലെ പൈലറ്റാണ്, ഫൈറ്റർ പൈലറ്റാണ്. നമ്മുടെ ഗഗൻയാൻ യാത്രാ സംഘാംഗം കൂടിയാണ്. നമ്മുടെ അഭിനേത്രി ലെനയുടെ ഭർത്താവ് കൂടിയാണ് നമ്മുടെ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. അങ്ങനെ
മലയാളികൾക്ക് ആ രീതിയിലും അഭിമാനിക്കാം. ഇപ്പോഴും സ്പേസ് എക്സിൻ്റെയും ഈ ആക്സിയം സ്പേസിൻ്റെ ഒക്കെ ഭാഗമായി പ്രശാന്ത് അവിടെ അമേരിക്കയിൽ തന്നെ തുടരുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ മലയാളി സാന്നിധ്യമുള്ള ഒരു ദൗത്യം കൂടിയായി ഈ ആക്സിയം 4 മാറുന്നുണ്ട്. ആ ദൗത്യ സംഘത്തിൽ ബഹിരാകാശത്തേക്ക് പോയ ആളല്ല പ്രശാന്തെങ്കിൽ കൂടി ആ ദൗത്യവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പരിശീലനങ്ങളെല്ലാം പൂർത്തിയാക്കിയ ആളാണ് നമ്മുടെ പ്രശാന്ത്. അദ്ദേഹവും ഗഗൻയാൻ ടീമിൻ്റെ ഭാഗമാണ്. നമ്മൾ ആ ദൃശ്യത്തിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. ഇനിയുള്ള നിമിഷം നമ്മൾ കാത്തിരിക്കുന്ന നിമിഷമാണ്. സീറ്റിൽ നിന്നും പുറത്തേക്ക് ആദ്യം ഇറങ്ങി വരുന്നത് ആരാണ്? ആൻഡ് അവർക്ക് സ്ട്രക്ചറിൻ്റെ സഹായമില്ലാതെ വാക്കിംഗ് സ്റ്റിക്കിൻ്റെ സഹായമില്ലാതെ തന്നെ പുറത്തേക്ക് എത്താൻ കഴിയുമോ എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. സ്വാഭാവികമാണത്. ആ ഒരു പേശി ബലം അത് കുറയും ഭൂമിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഭൂമിയിലെ അന്തരീക്ഷവുമായി ഭൂമിയിലെ സാഹചര്യങ്ങളുമായി പ്രത്യേകിച്ചും ഇവിടുത്തെ ഭൂഗുരുത്വ ബലവുമായി ഒന്ന് പൊരുത്തപ്പെടാൻ പ്രയാസമാണ്. അത് എല്ലാ ബഹിരാകാശ യാത്രികരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇവിടെ അതിനായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അവർക്ക് വേണമെങ്കിൽ ഒരു സ്ട്രക്ചറിൽ പുറത്തേക്ക് വരാൻ കഴിയും. എനിക്ക് തോന്നുന്നു അതിനായുള്ള ക്രമീകരണങ്ങളെല്ലാം അവിടെ നടത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അവർ ടീമുമായി സംസാരിക്കുകയാണ്. ഇതിനെല്ലാം കൃത്യമായ ചില ഘട്ടങ്ങളുണ്ട്. വളരെ എളുപ്പത്തിൽ ഹാച്ച് തുറന്ന് പുറത്തേക്ക് വരുന്ന ഒരു പ്രൊസീജിയർ അല്ല അത്. അതിനെല്ലാം ശാസ്ത്രീയമായ മാനങ്ങളുണ്ട്. അതെല്ലാം ഘട്ടം ഘട്ടമായി പൂർത്തീകരിക്കേണ്ട ഒന്നാണ്. അതിൻ്റെ ഭാഗമായുള്ള നടപടിക്രമങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. നമുക്ക് അല്പ സമയത്തിനകം നമ്മുടെ ടീമിനെ പുറത്തേക്ക് പ്രതീക്ഷിക്കാം എന്നാണ് കരുതുന്നത്. ഏതായാലും ഈ 18 ദിവസം നീണ്ട പ്രവർത്തനങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ടീമായി നിന്നുകൊണ്ടാണ് ഇവരെല്ലാം തന്നെ പ്രവർത്തിക്കുകയും ചെയ്തത്. ഇനി നമുക്ക് ചില ചിത്രങ്ങളിലേക്ക് കൂടി വളരെ പെട്ടെന്ന് പോവാം. ഇത് അല്പസമയം ചില നിമിഷങ്ങൾ കൂടി കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഹാച്ച് ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് ഇവരെ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ഈ പരീക്ഷണങ്ങൾ എങ്ങനെയാണ് ബഹിരാകാശ നിലയത്തിൽ നമ്മുടെ ശുഭാംശുവും ടീമൊക്കെ നടത്തിയത് എന്നുകൂടി പ്രേക്ഷകർക്ക് കാണേണ്ടത്. ഇപ്പോൾ എനിക്ക് പിന്നിൽ കാണുന്ന ഈ ചിത്രം ഇത് ശുഭാംശു ശുക്ല അവിടെ നടത്തിയ ഒരു എക്സ്പെരിമെന്റിന്റെ ചിത്രമാണ്. ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. ഇത് കഴിഞ്ഞ ദിവസമൊക്കെ ചില ദിവസങ്ങളിലൊക്കെ ഈ ലോകവുമായി സംബന്ധിച്ച സമയത്ത് ശുഭാംശു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഐ ലൗഡ് വർക്കിംഗ് ഇൻ ദി LSG എന്ന്. എന്താണ് LSG നമുക്കിവിടെ കാണാം. അത് ലൈഫ് സയൻസ് ഗ്ലോബോക്സ് ആണ്. ഇതിനകത്താണ് ഈ ശാസ്ത്ര പരീക്ഷണങ്ങളൊക്കെ നടത്തിയത്. ഇതൊരു ഒരു ഒരു സ്ഫടിക കൂടാണെന്ന് പറയാം. ഒരു ഗ്ലാസ് ചേംബറാണ്. ആ ഗ്ലാസ് ചേംബറിനകത്ത് വച്ചാണ് ശുഭാംശു പരീക്ഷണം നടത്തിയത്. ശുഭാംശു പുറത്തും ഗ്ലാസ് ചേംബറിനകത്ത് കൈകളും കാണാം. ആ കൈകൾ ഉപയോഗിച്ചാണ് ഈ പറയുന്ന പ്രവർത്തനങ്ങൾ അവർ നടത്തിയത്. ഇത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അത്തരത്തിൽ കഴിഞ്ഞ കുറേ നാളുകൾ ആയിട്ട് അവിടെ നിന്നും പങ്കുവെക്കപ്പെട്ട ചില ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ഇത് ട്രെഡ്മില്ലിൽ അവിടുത്തെ എക്സ്പെഡീഷൻ 73 എന്ന് പറയുന്ന ദൗത്യത്തിലെ അംഗമായ ഒരാൾ എക്സസൈസ് ചെയ്യുന്നതാണ്, വ്യായാമം ചെയ്യുന്നതാണ്. ഇതൊക്കെ അവിടെ പോസിബിൾ ആണ്.